വലിയൊരു സെലിബ്രേറ്റ് അല്ല, ഒരു കൊച്ചു സെലിബ്രേറ്റ്. ഈ വളർന്നു വരുന്ന അടുത്ത തലമുറയോട് മാഡത്തിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? നമുക്ക് അവരിൽ നിന്നുള്ള അഡ്വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. ആരെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ ലെവലിലേക്ക് എന്താണെന്ന് അറിയാണ്ട് പഠിക്കാണ്ട് വന്ന് അഭിനയ രംഗത്തേക്ക് എത്തിയ ഒരാളാണ്. വെൽക്കം ടു ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്. ഇന്ന് നമുക്കൊരു വലിയൊരു സെലിബ്രിറ്റിയെ നമുക്ക് പരിചയപ്പെടാം. വലിയൊരു സെലിബ്രേറ്റ് അല്ല, ഒരു കൊച്ചു സെലിബ്രേറ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമുക്കൊന്നും ഇല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പിള്ളേർക്ക് ഒരുപാട് നിങ്ങൾ വഴിയൊക്കെ നേടിക്കൊടുക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് നമ്മൾ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഡാൻസ് നമുക്കെല്ലാം അറിയായിരിക്കാം. ആ സ്കൂൾ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കഴിഞ്ഞു. അതിനെ പിന്നെ എന്താ പറയുക, എൻകറേജ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴോ എങ്ങനെയോ സാഹചര്യവശാൽ ഞാൻ ഈ ഒരു രംഗത്തേക്ക് എത്തി. പക്ഷേ എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. എന്തെന്ന് അറിയാണ്ട് പഠിക്കാണ്ട് വന്ന് അഭിനയ രംഗത്തേക്ക് എത്തിയ ഒരാളാണ്. ഇപ്പം ഏഷ്യാനെറ്റിൽ ഇഷ്ടംമാത്രം സീരിയൽ ചെയ്യുന്നു. മാഡത്തിന് ആക്ച്വലി ഇങ്ങനെ സ്വന്തമായിട്ടുള്ളൊരു മേഖലയിലേക്ക് തിരിയുമ്പോൾ സാധാരണ ജോലിയാണല്ലോ ഓൾമോസ്റ്റ് 90% ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത്. ഇഷ്ടപ്പെട്ട പാഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതിന് വന്നിട്ടുള്ള തടസ്സങ്ങൾ എന്തൊക്കെയായിരുന്നു? ആക്ച്വലി എനിക്കിത് വലിയ പാഷനായിട്ടല്ല ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എൻ്റെ ഒരു നെയ്ബറുണ്ട്, പുള്ളിക്കാരൻ സീരിയൽ ആർട്ടിസ്റ്റാണ്, നവീൻ അറക്കൽ. ഇവരുടെയൊക്കെ എന്താ പറയുക സഹായത്താൽ നമ്മൾക്കൊരു എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്ന് പെട്ടെന്ന് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ നിനക്ക് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ആഗ്രഹം ഇല്ലാതിരിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ എന്താ പറയുക നവീനാണ് എന്നെ എം നസീർ സാറിൻ്റെ സീരിയലിലേക്ക് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ദത്തുപുത്രി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞ പോലെ നമുക്കൊന്നും അറിയില്ല. നമ്മൾ കുറച്ച് സ്കൂൾ ലൈഫിലൊക്കെ കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ, മീൻസ് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അല്ലാതെ അഭിനയം എന്തെന്നോ, ക്യാമറ എവിടെ വെച്ചേക്കുന്നു, ക്യാമറയുടെ എവിടെ നോക്കണം, ലൈറ്റ് എവിടെ, ഒന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് എന്താ പറയുക, ഇപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം പഠിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്താ വെച്ചാൽ ഒരുപാട് തടസ്സങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് പുറമേ നിന്നുള്ള തടസ്സങ്ങളാണ് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇത് ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലി അതെ എനിക്ക് അപ്പം അതായത് ഞാൻ പറഞ്ഞത്, എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇതിലേക്ക് വന്നു. എൻ്റെ അമ്മ, എൻ്റെ മോള് എല്ലാവരും എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് ഇപ്പോഴും സ്റ്റിൽ അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഇനി വളർന്നു വരുന്ന അടുത്ത തലമുറയോട് മാഡത്തിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? നമുക്ക് അവരിൽ നിന്നുള്ള അഡ്വൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ല. ശരിക്കും ഒരു ടെക്നിക്കൽ പരമായിട്ടാണെങ്കിലും നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെക്കാൾ കൂടുതൽ നോളജ് ആ കുട്ടികൾക്കുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ നോളജ് ആ കുട്ടികൾക്കുണ്ട്. ഇപ്പം നമ്മളെക്കാളും കൂടുതലാണ്. തിരിച്ചറിവുകൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ലാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളുടെ വാല്യൂസ് കുറച്ച് അറിയുന്നില്ല. പിന്നെ എന്താ പറയുക, ഇമോഷൻസ്, മറ്റൊരാളുടെ ഇമോഷൻസ്. ഞാൻ എൻ്റെ മോളോട് ഏറ്റവും കൂടുതൽ പറയുന്നത് മറ്റൊരാളുടെ ഇമോഷൻസ് എന്തെന്ന് നമ്മൾ അറിയണം, അതനുസരിച്ച് ബിഹേവ് ചെയ്യണം. അതെനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുറച്ച് കുറവാണ്. പക്ഷെ അതും കൂടെ അവരൊന്ന് മനസ്സിലാക്കി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും അടിപൊളിയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തെ പിള്ളേർ. അതുപോലെ മാം ലൈക്ക് ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബിനെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ, ഇങ്ങനെ ഒരു മൂവ്മെന്റിനെ മാം എങ്ങനെ നോക്കി കാണുന്നു? വളരെ നല്ല കാര്യമല്ലേ നിങ്ങൾ ചെയ്യുന്ന. ഒരുപാട് നമുക്ക് എന്താ പറയുക, സാഹചര്യവശാൽ കുട്ടികൾക്ക് കഴിവുകൾ ഉണ്ടാവാം. എത്തപ്പെടാൻ പറ്റാത്ത കുട്ടികളെ ആണല്ലോ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിള്ളേരുടെ ആ കഴിവിനെ, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ടുവരും. അപ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. ഞങ്ങൾക്കൊന്നും കിട്ടാത്ത, അതാ പറഞ്ഞാൽ നമ്മുടെ തലമുറകളിലൊന്നും കിട്ടാത്തൊരു ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളെപ്പോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നെന്ന് അറിയുമ്പോൾ അതിലും വലിയ സന്തോഷം. എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോട്ടെ. ആശംസകൾ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എനിക്ക് എൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരിക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പുറത്തുണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കൊരു ഒത്തിരി പേര് വേണമെന്നില്ലല്ലോ, നമുക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർ നമുക്ക് പറഞ്ഞു തരും. ഭയങ്കര മെൻ്റൽ സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ട്. അത് അപ്പം എനിക്ക് തോന്നുന്നത് അവരാണ് കുറച്ചുകൂടെ നമുക്ക് മെൻ്റലി നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. അങ്ങനെ പുറത്തൊന്നും ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ തന്നെയാണ്. ഒരു പക്ഷേ നമ്മളുടെ കഴിവുകൾ അല്ലെങ്കിൽ ഇപ്പോൾ എത്തിപ്പെട്ടിട്ട മേഖലയിലേക്കുള്ള ഒരു നിർദ്ദേശം ഒരു 10 വയസ്സ് മുതൽ 15 വയസ്സിന് ഉള്ളിൽ കിട്ടിയിരുന്നെങ്കിൽ
ഒരു പക്ഷേ ഇതിലും കൂടുതൽ ഹൈറ്റ്സ് എത്തപ്പെടാമായിരുന്നു. അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതാ പറഞ്ഞത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊക്കെ എൻ്റെ ആ ഒരു സ്കൂൾ ടൈമിലൊക്കെ ഈ 10-15 വയസ്സിനുള്ളിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വേറെ എവിടെയൊക്കെ ആവാമായിരുന്നു. ഞാൻ തന്നെ പറയാറുണ്ട്, ദൈവമേ ഞാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മെന്റലി ഭയങ്കരമായിട്ട് ആരെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തിയത്. താങ്ക് യു വെരി മച്ച് മാം ഫോർ യുവർ ലവ്ലി വേർഡ്സ്. നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് കൊണ്ടുപോകും. ഓക്കെ.